ശബരിമലയുടെ പേരെടുത്ത് പറഞ്ഞ തമിഴ്നാട്ടിലും കർണാടകത്തിലും വോട്ട് ചോദിച്ച പ്രധാനമന്ത്രി ഇന്നലെ കോഴിക്കോട് എത്തിയപ്പോൾ ശബരിമലയുടെ പേര് പറയാതിരുന്ന പ്രധാനമന്ത്രി ഇന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും പേര് എടുത്തു പറഞ്ഞു. കേരളത്തിൽ വിശ്വാസം സംരക്ഷിക്കാൻ പ്രവർത്തിച്ച സ്ഥാനാർത്ഥിയെ തന്നെ ജയിൽ അടച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശബരിമലയെക്കുറിച്ച് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എച്ച് ശ്രീധരൻപിള്ള ന്യൂസ് 18 പറഞ്ഞു. In Kerala, Congress, Communist and Muslim League are playing a dangerous game regarding the Sabarimala temple. Till BJP is there, no one will be able to destroy our faith and culture. ഇന്നലെ കോഴിക്കോട്ട് വന്ന് ശബരിമല എന്ന് വാക്ക് പറയാതിരുന്ന പ്രധാനമന്ത്രി ഇന്ന് രാവിലെ രാമനാഥപുരത്തെത്തിയപ്പോൾ പേര് തന്നെ എടുത്തു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും ഒപ്പം മുസ്ലിം ലീഗിനെയും ശത്രുപക്ഷത്തു നിർത്തിയായിരുന്നു പ്രസംഗം. ഉച്ചയ്ക്ക് ശേഷം കർണാടകയിലെ മംഗലാപുരത്തെത്തിയപ്പോൾ ഒന്നുകൂടി കടുപ്പിച്ചു. വിശ്വാസം സംരക്ഷിക്കാൻ പോരാടിയ സ്ഥാനാർത്ഥിയെ കേരളത്തിൽ ജയിലിൽ പിടിച്ചിട്ടു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. सबरीमाला बोलने पर आप पर मुकदमा चलता है, जेल में ठूस दिया जाता है. वहां के कैंडिडेट को 15 दिन तक जेल में बंद किया. कल कोर्ट ने उसको जमानत दी, तब आया वो. ഇന്നലെ കോഴിക്കോട്ടെ യോഗത്തിൽ ശബരിമല ഉന്നയിച്ച പി എസ് ശ്രീധരൻപിള്ള ഇന്ന് ഒരു പടി കൂടി കടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ന്യൂസ് 18 വരികൾക്കിടയിൽ അഭിമുഖത്തിൽ ശ്രീധരൻപിള്ള ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുമെന്നും ശബരിമലയിൽ ഉള്ള സങ്കല്പങ്ങളെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ നിലനിൽക്കുമെന്നും ഞങ്ങൾക്കെതിരായിട്ടാണ് അതിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഈ ഗവൺമെൻറ് നിലപാട് നിരീശ്വരവാദികളാണെന്നും ഉറപ്പിച്ച് ഞാൻ പറയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. സ്ഥാനാർത്ഥികളും ഇനി നേരിട്ട് ശബരിമല ഉന്നയിച്ച് വോട്ട് ചോദിക്കാനാണ് തീരുമാനം. എന്ത് നടപടിയെടുത്താലും അയ്യന്റെ പേര് പറഞ്ഞ് പ്രചാരണം നടത്തുമെന്ന് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും പ്രഖ്യാപിച്ചു. അയ്യന്റെ പേര് പറയാൻ പാടില്ല, അയ്യന്റെ ആചാരത്തെ തകർത്തതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ശ്രീമാൻ ടിക്കാറാം മീണ പിണറായി വിജയന്റെ AKG സെന്ററിലെ സെക്രട്ടറിയുടെ പണിയെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ ഒന്നും സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചാൽ തൂക്കിലേക്കുമെന്നാണ് ടിക്കാറാം മീണ പറയുന്നത്. ആ രക്തസാക്ഷിത്വം വഹിക്കാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ശബരിമല എന്ന തുറുപ്പ് ചീട്ട് BJP പുറത്തെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ നേരിട്ട് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ നീക്കമെന്നതിനാൽ വലിയൊരു നിയമയുദ്ധത്തിനും ഇത് വഴിവെച്ചേക്കാം. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ന്യൂസ് 18. ശബരിമല വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പരിധി ലംഘിച്ചാൽ കമ്മീഷൻ നടപടിയെടുക്കും. ചിലർ ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എല്ലാവർക്കും അറിയാമെന്നും ടിക്കാറാം മീണ ന്യൂസ് 18 പറഞ്ഞു. മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, പള്ളിയും മോസ്കും അതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാനോ വോട്ടർമാരെ സ്വാധീനിക്കാനോ അപ്പീൽ ചെയ്യാനോ അവരുടെ വികാരങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് സാമൂഹ്യ സൗഹാർദ്ദം കൂടുതൽ വഷളാക്കാനും ക്രമസമാധാനവും ഉണ്ടാക്കാൻ പാടില്ല. ശശി തരൂരിന്റെ പരാതി പരിഹരിക്കാൻ AICCയുടെ ഇടപെടൽ. മണ്ഡലത്തിലെ പ്രവർത്തനം പരിശോധിക്കാൻ നിരീക്ഷകനായി നാനാ പട്ടോളയെ നിയമിച്ചു. ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് പങ്കെടുക്കുന്ന അവലോകന യോഗവും നാളെ ചേരും. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരസ്യമാക്കിയതിന്റെ പേരിൽ ശശി തരൂരിന്റെ ഓഫീസിനും നേതൃത്വം താക്കീത് നൽകി. ശശി തരൂരിന്റെ പരാതിയെ അതീവ ഗൗരവമായി AICC നേതൃത്വം ഏറ്റെടുത്തതിന്റെ തെളിവാണ് ഇന്നത്തെ നീക്കങ്ങൾ. തിരുവനന്തപുരം മണ്ഡലത്തിന് വേണ്ടി മാത്രമായി നിരീക്ഷകനെ നിയമിക്കാനാണ് തീരുമാനം. കർഷക കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്കാണ് ചുമതല. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് നാളെ ചേരുന്ന മണ്ഡലം അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ പ്രധാന ചുമതലക്കാരെല്ലാം യോഗത്തിലെത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രശ്നവുമില്ല. ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് വർദ്ധിത ഭൂരിപക്ഷത്തോടുത്ത ലോക്സഭയിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. തിരിച്ചടി ഉണ്ടായാൽ നേതാക്കൾ ഹൈക്കമാൻഡിന് മറുപടി നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും മുല്ലപ്പള്ളി നൽകി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുതിർന്ന നേതാക്കൾ പ്രവർത്തന പുരോഗതി നേരിട്ട് വിലയിരുത്തും. മാറി നിന്ന പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടുത്തി പ്രചരണ കമ്മിറ്റികൾ വിപുലീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ള പ്രശ്നങ്ങൾ പരസ്യമാക്കിയതിന്റെ പേരിൽ ശശി തരൂരിന്റെ ഓഫീസിനും താക്കീത് നൽകി. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. തിരുവനന്തപുരത്തെ AICC നിരീക്ഷകനായി എത്തുന്ന നാനാ പട്ടോളെ BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയിട്ട് ഒരു വർഷം മാത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ ജയിച്ച പട്ടോളെ ഇത്തവണ നാഗ്പൂരിൽ നിതിൻ ഗഡ്കരിക്കെതിരെയാണ് മത്സരിച്ചത്.
ശശി തരൂരിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമായപ്പോൾ മുല്ലപ്പള്ളിയോടും ചെന്നിത്തലയോടും നേരിട്ടിടപെടാൻ AICC നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നിരീക്ഷകനായി നാനാ പട്ടോളെ തിരുവനന്തപുരത്തെത്തുന്നത്. BJPയിൽ നിന്ന് വന്ന നേതാവായതിനാൽ ആ ക്യാമ്പിലെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രമൊരുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. 1 വർഷം മുമ്പാണ് നാനാ പട്ടോളെ കോൺഗ്രസിലെത്തുന്നത്. മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ഗോണ്ടിയ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJP ടിക്കറ്റിൽ മത്സരിച്ച നാനാ പട്ടോളെ NCPയിലെ പ്രഫുൽ പട്ടേലിനെ അട്ടിമറിച്ചാണ് ലോക്സഭയിലെത്തിയത്. 2017 BJP വിട്ട പട്ടോളെ തൊട്ടടുത്ത വർഷം കോൺഗ്രസിലെത്തി. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ നാഗ്പൂരിൽ നിതിൻ ഗഡ്കരിക്കെതിരെയായിരുന്നു പട്ടോളയുടെ മത്സരം. കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം BJP വിട്ട് കോൺഗ്രസിലെത്തിയ ഈ നേതാവിനെ കാണിച്ച് പ്രതിരോധിക്കാനും പട്ടോളയുടെ നിരീക്ഷകനായുള്ള വരവ് പ്രവർത്തകരെ സഹായിക്കും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് പ്രിയങ്ക ഗാന്ധി. ഹൈക്കമാൻഡിനെയാണ് നിലപാട് അറിയിച്ചത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ അന്തിമ തീരുമാനം ഉടനുണ്ടാവും. ഉത്തർപ്രദേശിൽ മുന്നേറ്റമുണ്ടാക്കാൻ സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ പ്രിയങ്ക ഗാന്ധി രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടത്തിനിറങ്ങുമോ എന്ന ആകാംക്ഷയിലാണ് കോൺഗ്രസ്. മത്സരിക്കാനില്ലെന്നായിരുന്നു ആദ്യം പ്രിയങ്ക പറഞ്ഞത്. വാരാണസിയിൽ മോഡിക്കെതിരെ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രിയങ്ക തന്നെ പിന്നീട് സജീവമാക്കി. ഒടുവിൽ മത്സരിക്കാനുള്ള സന്നദ്ധത പ്രിയങ്ക ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം. ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ്. പ്രിയങ്കയുടെ മനംമാറ്റത്തിന് പിന്നിൽ മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെന്നാണ് സൂചന. ഉത്തർപ്രദേശിൽ BJP വിരുദ്ധ കാറ്റ് ശക്തി പ്രാപിക്കുന്നതായാണ് കോൺഗ്രസ് വിലയിരുത്തൽ. രാഹുൽ അമേത്തിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഒളിച്ചോടിയെന്ന BJP പ്രചാരണത്തിന് മോഡിയുടെ കോട്ടയിലെ പ്രിയങ്കയുടെ പോരാട്ടത്തിലൂടെ തടയിടുകയും ചെയ്യാം. ശക്തമായ മത്സരം നടത്തി പരാജയപ്പെട്ടാലും ഭാവി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി പ്രിയങ്കയെ ഉയർത്തിക്കാണിക്കാനും കോൺഗ്രസിനാകും. പ്രിയങ്ക സ്ഥാനാർത്ഥിയായാൽ മഹാസഖ്യം പിന്തുണ പ്രഖ്യാപിച്ചേക്കും. ഇതോടെ മോഡിയെ മണ്ഡലത്തിൽ തളച്ചിടാനാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. പ്രിയങ്ക എവിടെ മത്സരിച്ചാലും അത് ബാധിക്കില്ലെന്നാണ് BJPയുടെ ആദ്യ പ്രതികരണം. कहां से लड़ें ये उनको तय करना है. भारतीय जनता पार्टी जब चुनाव के मैदान में जाती है तो ये सोच के नहीं जाती कि हमारे सामने कौन लड़ने वाला है. ന്യൂസ് 18 ഡൽഹി. നരേന്ദ്രമോദിയെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ച് രാഹുൽ ഗാന്ധി. കള്ളന്മാരുടെ എല്ലാം പേര് അവസാനിക്കുന്നത് മോദിയിലാണ്. ലളിത് മോദി, നീരവ് മോദി, നരേന്ദ്രമോദി എന്നിവരെയാണ് ഉദാഹരണമായി രാഹുൽ ചൂണ്ടിക്കാട്ടിയത്. മോഷ്ടാക്കളുടെ ഒരു ടീം തന്നെയാണ് ഇവർ. കർണാടകയിലെ കോലാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. इन सबके नाम, इन सब चोरों के नाम मोदी 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 कैसे हैं? नीरव मोदी, ललित मोदी, नरेंद्र मोदी, और अभी थोड़ा ढूंढेंगे तो और बहुत सारे मोदी निकलेंगे. छोटे दुकानदारों को, स्मॉल मीडियम बिजनेस वालों को नष्ट किया, जिंदगी बर्बाद की. उसके बाद गब्बर सिंह टैक्स लागू किया, दूसरा झटका मारा. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ അവിശ്വാസവുമായി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. YSR കോൺഗ്രസിന്റെയും BJPയുടെയും ഏജന്റായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രവർത്തിച്ചെന്ന് ചന്ദ്രബാബു നായിഡു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ ആരോപിച്ചു. ആന്ധ്ര നിയമസഭയിലേക്കും 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടന്നത്. ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്ക TDP ക്യാമ്പിൽ ഉയരുന്നതിനിടെയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ഡൽഹിയിലെ പ്രതിഷേധം. വ്യാപക അക്രമമുണ്ടായ തിരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടക്കുന്നുവെന്ന് TDP ആരോപിക്കുന്നു. വോട്ടെടുപ്പിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ പക്ഷപാതിത്വം കാണിച്ചെന്ന് ഡൽഹിയിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നായിഡു അറിയിച്ചു. All Telugu party complaints, either candidates or party, no action has been taken. Because of all this action, Selection Commission, YSR Congress is attacking all our leaders. സേവ് ഇന്ത്യ, സേവ് ഡെമോക്രസി എന്ന പേരിൽ കമ്മീഷനെതിരെ പ്രതിഷേധം ശക്തമാക്കും. 50% VVPAT രസീതുകൾ എണ്ണാനാകില്ലെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുന്ന കാര്യവും TDPയുടെ പരിഗണനയിലുണ്ട്. ന്യൂസ് 18 ഡൽഹി. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ കന്നി അംഗത്തിന് കച്ചകെട്ടിയ കമലഹാസന്റെ മക്കൾ നീതി മയ്യത്തെ രജനീകാന്ത് പിന്തുണയ്ക്കുമോ? മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പ്രചാരണത്തിന് കമലഹാസൻ തന്നെ നേതൃത്വം കൊടുക്കുമ്പോൾ രജനീകാന്ത് റോഡ് ഷോയുമായി രംഗത്തെത്തിയതാണ് ഈ സംശയത്തിനിടയാക്കിയത്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ കരുത്തന്മാരായ അണ്ണാ-DMKയോടും DMKയോടും കിടപിടിക്കുന്ന തരത്തിലാണ് ഉലകനായകന്റെ പാർട്ടിയുടെ പ്രചരണം. കമലഹാസൻ മത്സരിക്കുന്നില്ലെങ്കിലും ഓരോ മണ്ഡലത്തിലും താരം നേരിട്ടാണ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. தயவு செய்து இறங்கி வாருங்கள். இந்த முறை
உங்கள் ஓட்டுக்களை நேர்மையான ஒரு கட்சிக்கு வாக்களியுங்கள். நான் மக்கள் நீதி மையம்னு சொல்லவே தேவையில்லை. നേർവയും നാങ്ങളും നെരുങ്ങിയ ഉറവിനர்கள். ഇതിനൊപ്പം റോഡ് ഷോയുമായി രജനീകാന്തും കളത്തിലിറങ്ങിയതോടെ പിന്തുണ കമലഹാസൻ എന്ന ചർച്ച സജീവമായി. அரசியலுக்கு வருவது உறுதி. இது காலத்தின் கட்டாயம். ബിജെപിയെ രൂക്ഷമായി വിമർശിക്കുന്ന കമൽഹാസനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് സൗഹൃദം കളയാനില്ലെന്ന മറുപടിയാണ് രജനീകാന്ത് നൽകിയത്. இதுக்கு மேலே இதை பற்றி நான் எதுவுமே பேச விரும்பல. இதை தயவு செஞ்சு ஊடகங்கள் பெருசாக்கி நம்முடைய நட்பை கெடுத்துறாதீங்க. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും രജനീകാന്ത് പറഞ്ഞു. അണ്ണാ DMK ബിജെപിക്കൊപ്പവും DMK കോൺഗ്രസിനൊപ്പവുമാണ് മത്സരിക്കുന്നത്. ഏപ്രിൽ 18-നാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ്. തമിഴ്നാട്ടിൽ ജയലളിതയുടെയും കരുണാനിധിയുടെയും അസാന്നിധ്യത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ തീപാറുമെന്നുറപ്പാണ്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. എറണാകുളത്തെ വോട്ടർമാരോട് അൽഫോൺസ് കണ്ണന്താനം ഇപ്പോൾ പറയുന്നത് എന്നെ ഒന്ന് ട്രോളൂ എന്നാണ്. സ്ഥാനാർത്ഥിക്ക് എതിരായ ട്രോളുകൾ ഏറെ ചർച്ചയായതോടെ ട്രോൾ മീ ചലഞ്ച് തന്നെ തുടക്കമിട്ടിരിക്കുകയാണ് കണ്ണന്താനം. വിജയിക്ക് സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാനുള്ള അവസരമാണ് സമ്മാനം. പ്രളയകാലത്തെ സാലറി ചലഞ്ചിന്റെ വിവാദം ഇപ്പോഴും തീരാത്ത കേരളത്തിലാണ് അൽഫോൺസ് കണ്ണന്താനം പുതിയ ചലഞ്ച് പ്രഖ്യാപിച്ചത്. ട്രോൾ മീ ചലഞ്ച്. പരിഹസിക്കുന്നവരോട് വീണ്ടും വീണ്ടും സർഗശേഷി പുറത്തെടുക്കാനാണ് വെല്ലുവിളി. എന്നെ കളിയാക്കിയുള്ളൂ, കുഴപ്പമില്ല. പക്ഷേ നല്ല ആശയങ്ങളായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വെറുതെ ട്രോൾ ചെയ്യുക സമയം കളയാതെ നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് നമ്മുടെ ഈ സിറ്റിയെ പറ്റി ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ വേണ്ടി അതിനെപ്പറ്റിയൊക്കെ ട്രോൾ ചെയ്യട്ടെ. അപ്പോൾ എന്നെ വേണമെങ്കിലും ഒരു കഥാപാത്രം ആക്കിക്കോട്ടെ, എന്നെ എത്ര വേണമെങ്കിലും വലിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. സ്ഥാനാർത്ഥിയെ പരിഹസിക്കാനായി തലപുകച്ചിരുന്നവരോട് നാടിന്റെ വികസനത്തിനായി ട്രോൾ ഉണ്ടാക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും നല്ല ആശയം ട്രോളായി അവതരിപ്പിക്കുന്നവരെ വിജയികളായി പ്രഖ്യാപിക്കും. വിജയിക്കുള്ള സമ്മാനം ഒപ്പം നിന്നുള്ള ഒരു സെൽഫി. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. ട്രോൾ മീ ചലഞ്ച് യുവാക്കൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: എടുത്താൽ അവർക്കും കൊള്ളാം, നമുക്കും കൊള്ളാം. കാരണം നമുക്ക് യുവാക്കൾക്കൊക്കെ ധാരാളം ആശയമുള്ള ആൾക്കാരാണ്, അതിനുള്ള കുറവൊന്നുമല്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരായുധം എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരായുധം തുമ്പ തന്നെ അത് കളയ്ക്കാനും ഉപയോഗിക്കാം, കളിച്ചിട്ട് നല്ല വാഴ നടാം, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു തന്നെ തട്ടാനും ഉപയോഗിക്കാം, ഇല്ലേ? അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ തൂമ്പ എങ്ങോട്ട് നല്ലൊരു വാഴ നടാൻ അല്ലെങ്കിൽ ഒരു വിത്ത് നടാൻ വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരാശയം. SS ശരൺ, ന്യൂസ് 18 കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് എന്ന് KPMS. പാർട്ടിയുടെയോ മുന്നണിയുടെയോ പേര് പറയാതെയാണ് നിലപാട് പ്രഖ്യാപനം. ഇടതുമുന്നണിക്ക് അനുകൂലമാണ് ഈ നിലപാട് എന്നാണ് വിലയിരുത്തൽ. ശബരിമലയിലും വനിതാ മതിലിലും സർക്കാരിനും ഇടതുമുന്നണിക്കും ഒപ്പം നിന്ന KPMS തെരഞ്ഞെടുപ്പിന് മുമ്പേ രാഷ്ട്രീയ ദിശ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ നിലപാട് തുടരുമെന്ന സൂചനയാണ് നേതൃത്വത്തിൻ്റേത്. ജനാധിപത്യ, നവോത്ഥാന, മതേതര മൂല്യങ്ങൾ മുൻനിർത്തി സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്യാനാണ് KPMS സംസ്ഥാന സമിതി നിർദ്ദേശം. സമീപകാല നിലപാടുകളിൽ നിന്നും എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് അംഗങ്ങൾക്കറിയാമെന്ന് ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. ഞങ്ങൾ UDF എന്നോ LDF എന്നോ പറഞ്ഞില്ല. ഞങ്ങൾ സാമൂഹ്യമായി കേരളീയ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഇതിന് ശേഷവും ഞങ്ങൾ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളൂ. അപ്പം നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ജനാധിപത്യ, നവോത്ഥാന, മതേതര മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന വിധിയെഴുത്ത് സമുദായ ജനത നടത്തണം എന്ന് പറയുമ്പോൾ അതിനോട് സമരസപ്പെട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഞങ്ങളുടെ ആളുകൾക്ക് ഞങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം ഈ കാര്യത്തിലില്ല. അത് റിഫ്ലക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ ഓരോ മണ്ഡലത്തിലും 30,000-ലധികം വോട്ടുകൾ KPMSനുണ്ടെന്നാണ് അവകാശവാദം. ഈ മാസം 14 മുതൽ 18 വരെ ജില്ലാതലത്തിൽ യോഗങ്ങൾ ചേർന്ന സംഘടനാ നിലപാട് കീഴ്ഘടകങ്ങളെ അറിയിക്കും. പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിനൊപ്പം ഉറച്ചുനിന്ന KPMS നിലപാടിൽ CPM-നും ഇടതുമുന്നണിക്കും പൂർണ്ണ തൃപ്തിയുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സർവേ നേതാപ്പും ന്യൂസ് 18-നും സംയുക്തമായി ഒരുക്കുന്ന അഭിപ്രായ വോട്ടെടുപ്പിലെ ഇന്നത്തെ ചോദ്യങ്ങൾ ഇതായിരുന്നു. ശബരിമല BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുകയാണോ?
വെല്ലുവിളിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടവർ 64.98% പേർ, 35.02% പേർ അല്ല എന്ന അഭിപ്രായം. രാഹുൽ തരംഗം നേരിടാനുള്ള BJPയുടെ അവസാനത്തെ ആയുധമാണോ ശബരിമല എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അതെ എന്ന് അഭിപ്രായപ്പെട്ടവർ 41.13%, അല്ല എന്ന് അഭിപ്രായപ്പെട്ടവർ 58.87%. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേതാപ്പിലൂടെ രേഖപ്പെടുത്താം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അണികളെ ആവേശത്തിലാക്കാൻ മുന്നണികളും സ്ഥാനാർത്ഥികളും അടിപൊളി പാട്ടുകളുമായി രംഗത്ത്. പാരഡിയും വിപ്ലവഗാനവും മാത്രമല്ല, റോക്ക് സോങ്ങും ഇപ്രാവശ്യമുണ്ട്. കോട്ടയത്തുകാർ ചിലപ്പോൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ജയനെയാണ്. വെറും മിമിക്രിയല്ല, തോമസ് ചാഴികാടന് വോട്ട് പിടിക്കാനാണ് ജയൻ ഇറങ്ങിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചിഹ്നം കണ്ടില്ല, നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥി C. ദിവാകരനാണ് ആദ്യം മധുരരാജയെ പിടിച്ചത്. ദിവാകരന്റെ പോസ്റ്ററിനെ തോൽപ്പിക്കാൻ ശശി തരൂരിനായി വീഡിയോ തന്നെ പുറത്തിറക്കി. സ്ഥാനാർത്ഥികൾക്കുള്ള സ്വീകരണ വീഡിയോകളും ആവേശ കാഴ്ചകളായി നിറയുകയാണ്. എറണാകുളത്തെ ഇടതു സ്ഥാനാർത്ഥി P. രാജീവിന്റെ വീഡിയോ ഇതിനകം തന്നെ നവമാധ്യമങ്ങളിൽ ഹിറ്റായി മാറി. കൊടിയിലെ രക്തരേണുക്കളെ, നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങളിന്നു നേർന്നതാണി റെഡ് സല്യൂട്ട്, ഞങ്ങളായിരങ്ങളിന്നു. ഇടതു സ്ഥാനാർത്ഥികൾക്കായി നിരവധി വീഡിയോ ഗാനങ്ങളാണ് പ്രചരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും സ്ഥാനാർത്ഥികൾക്കായുള്ള വീഡിയോകൾ നവമാധ്യമങ്ങളിൽ നിറയുകയാണ്. ആകാശത്തരിവാണിൽ കൊടിപാറുന്നേ, ചെങ്കൊടിപാറുന്നേ, അതുകണ്ടേ ചോരതുടിച്ചഭിമാനം വളരുന്നേ, അതു നെഞ്ചിൻ തുടിയായി ശ്രീമതിയെത്തുന്നേ. ലാൽ സലാം, ലാൽ സലാം, ലാൽ സലാം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വോട്ടിൻ്റെ വോട്ട് പൂർണ്ണമാവുന്നു. നമസ്കാരം.